ഷാർജയിലെ അതുല്യയുടെ മരണത്തിൽ ഭർത്താവ് സതീഷിനെതിരെ അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ള. അതുല്യയെ കൊലപ്പെടുത്തുമെന്ന സതീഷ് പറയുന്ന ദൃശ്യങ്ങളുണ്ട്. മകൾ നേരിട്ട കൊടും ക്രൂരതയുടെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയാണ് പ്രതി മകളെ വകവരുത്തിയത് എന്നറിയണം. പ്രതിയുടെ ജാമ്യം റദ്ദാക്കി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം. ഒപ്പം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ സത്യം പുറത്തു വരുമെന്നാണ് പ്രതീക്ഷയെന്നും രാജശേഖരൻ പിള്ള പറയുന്നുണ്ട്. ജാമ്യത്തിൽ തുടരുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ ഈ അന്ന് എന്താണ് സംഭവിച്ചെന്നുള്ളതിന് അവനെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്ത് എന്താണെന്നുള്ളത് പുറത്തു കൊണ്ടുവരണം. അന്ന് എൻ്റെ മോൾക്ക് എന്താണ് സംഭവിച്ചത്, ഇവൻ അന്ന് അതിക്രൂരമായിട്ട് അവളെ മർദ്ദിച്ചിട്ടുണ്ട്. അതിൻ്റെ വോയിസ് ഞാൻ കേട്ടതാണ്. അതിനുശേഷം എന്താണ് അവൻ കഴുത്ത് മുറുക്കി കൈലി മുറുക്കി കൊന്നതാണോ, ശ്വാസം വിട്ടിച്ച് കൊന്നതാണോ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. അത് പോലീസുകാർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടുപിടിച്ച് അവനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് അത് തെളിയിക്കണം. എന്താണ് നടന്നത്, സത്യം എന്താണെന്നുള്ളത് തെളിയിക്കണം, പുറത്ത് കൊണ്ടുവരണമെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. കൂസലില്ലാതല്ലേ അത് പറയുന്നത്. കുത്തി കൊല്ലുമെന്നും കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുമെന്നും അവളെ നിർമ്മാർജ്ജനം ചെയ്യാൻ എനിക്ക് 1 മാസം ശമ്പളം മതിയെന്ന് അവൻ പരസ്യമായിട്ട് ഓപ്പണായിട്ട് പറയുമല്ലോ. അവൻ്റെ ആ ഭാവവും രൂപവും അവൻ്റെ ആക്രമണ സ്വഭാവം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അവനിലെ ക്രിമിനൽ എന്താണെന്ന്. അവൻ്റെ ക്രിമിനൽ എന്താണെന്ന് ആ വിഷ്വൽസ് കാണുന്ന ആർക്കും മനസ്സിലാവുമല്ലോ. യെസ്, രാജ്കുമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. രാജ്കുമാർ, അതായത് ഈ അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എങ്ങനെയൊക്കെ അക്രമാസക്തനാകാൻ ഒരു മനുഷ്യന് സാധിക്കും, അത് സതീഷിൻ്റെ മുഖത്തും സതീഷിൻ്റെ ആ ഒരു മാനറിസം, ആ ബോഡി ലാംഗ്വേജ് ഒക്കെ തന്നെ അത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുല്യയെ കൊലപ്പെടുത്തുമെന്ന് സതീഷ് പറയുന്ന ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിട്ടുമുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, അതായത് അതുല്യയുടെ അച്ഛൻ പറയുന്നത്, മകൾ നേരിട്ട ക്രൂരതയുടെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പ്രതി മകളെ വകവരുത്തിയതെന്ന് അറിയണം എന്ന് അതൊരു അച്ഛൻ പറഞ്ഞു വെക്കുമ്പോൾ അതിൽ ആ ഒരു വേദന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതിക്ക് കൂടുതൽ ശിക്ഷ നൽകണമെന്നൊരു ആവശ്യത്തിലേക്ക് കൂടി ആ കുടുംബം ഇപ്പോൾ കടക്കുന്നുണ്ട്. ഭദ്ര, ഇവര് ഈ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കേരള പോലീസ് ഇത് കേസ് രജിസ്റ്റർ ചെയ്യുകയും CI SHO ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആദ്യം നടത്തിയത്. പിന്നീടാണ് ഇത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതും. അങ്ങനെ അബ്ദുൽ വഹാബ് DYSP, ക്രൈംബ്രാഞ്ച് DYSPയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇയാളെ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലെത്തിയ ഇയാളെ അവിടെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ഇയാൾക്ക് അതിനു മുമ്പ് തന്നെ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷനിൽ ഹാജരാക്കി ജാമ്യം നൽകുകയാണ് ഉണ്ടായത്. ആ ജാമ്യം കിട്ടിയത് ഇപ്പോൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിന്മേൽ കഴിഞ്ഞ 4 തീയതികളിലായി അതിന്റെ വാദം കേൾക്കുകയായിരുന്നു. ഇനി നാളെ, അതായത് 2-ാം തീയതി വീണ്ടും ഇതിൽ കൊല്ലം ജില്ലാ കോടതിയിൽ ഇതിന്റെ വാദം നടക്കും. അതിനുശേഷമായിരിക്കും കോടതി ഇതിലൊരു നിലപാട് സ്വീകരിക്കുക, അല്ലെങ്കിൽ ഇയാളുടെ ജാമ്യം വൃദ്ധിയുമോ അതോ അത് ജാമ്യം നൽകിയത് ശരിവെക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയിലെത്തുക. അവിടെയാണ് ഈ അച്ഛന്റെ ഒരു ആവശ്യം. അച്ഛൻ പറയുന്നത് ഇയാളെ കസ്റ്റഡിയിലെടുക്കണം, പോലീസിന്റെ പൂർണ്ണമായും ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ കിട്ടി ചോദ്യം ചെയ്ത് ഇത് ഓരോ ദൃശ്യങ്ങളിൽ നടന്ന സന്ദർഭങ്ങൾ അവിടെ അതൊക്കെ ഓരോ ദിവസങ്ങളിൽ പലപ്പോഴായി നടന്നത്, അതിന്റെ മുഴുവനും വിശദാംശങ്ങളെ കുറിച്ച് എന്തിന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഈ അതുല്യ ഏതൊക്കെ തരത്തിലാണ് അതുല്യയുടെ വാക്കുകൾ വീട്ടുകാരോട് പലപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം അവരുടെ അമ്മ തന്നെ വളരെ കൃത്യമായി അന്ന് ലോക്കൽ പോലീസിന് മൊഴി നൽകിയിരുന്നതാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘവും ഇവർ വീട്ടിൽ വന്ന് വീണ്ടും ആവർത്തിച്ച് ഇതെല്ലാം മൊഴിയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ദൃശ്യങ്ങളും പോലീസിന് അവർ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അഖില, ഇതില് ഈ അതുല്യയുടെ സഹോദരി അഖില അവിടെ തന്നെ ഉണ്ടായിരുന്നു. അഖിലയുടെ വാക്കുകളും ഇത് ശ്രദ്ധേയമാണ്. അഖില ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ, ഇന്ന് സംസാരിച്ചത്, കുത്തി കൊലവിളിക്കുമെന്ന് ഭർത്താവ് സതീഷ് പറഞ്ഞിരുന്നു. ആ ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് അഖില അനുഭവിച്ച പീഡനം മനസ്സിലായത്. സതീഷ് മർദ്ദിച്ചതിന്റെ പാടുകൾ തന്നെ അതുല്യ കാട്ടിയിരുന്നു. അഖില പുതിയ ജോലിക്ക് കയറാൻ കാത്തിരിക്കുകയായിരുന്നു. മരിച്ചതിന്റെ തലേദിവസം തന്റെ വീട്ടിൽ വന്നു. വലിയ സന്തോഷത്തിലായിരുന്നു അതുല്യ. പുതിയ ജോലിക്ക് കയറുന്നതിന്റെ ആകാംക്ഷയും അവൾക്കുണ്ടായിരുന്നു. പുതിയ ജോലിക്ക് പോകുന്നതിന് വേണ്ടിയുള്ള വസ്ത്രങ്ങളടക്കം വാങ്ങിയിരുന്നു. അങ്ങനെയുള്ള തന്റെ സഹോദരി ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഈ സഹോദരി പറയുന്നത്. നേരത്തെ മർദ്ദനമേറ്റപ്പോൾ അതിൽ തന്നെ ഫ്ളാറ്റിലേക്ക് മാറ്റി. മർദ്ദനമേറ്റ അതിലെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ സതീഷ് എതിർത്തു. ചെറിയ കാര്യങ്ങൾക്ക് പോലും ക്രൂരമായി മർദ്ദിച്ചിരുന്നു. കറികൾക്ക് ഉപ്പ് കൂടിയതിന്റെ പേരിൽ പോലും സതീഷ് മർദ്ദിച്ചു. സതീഷിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു, അത് അതുല്യ കണ്ടെത്തിയിരുന്നു. അക്കാര്യം ചോദ്യം ചെയ്തതിനും മർദ്ദിച്ചു. ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പ്ലേറ്റ് ഉപയോഗിച്ച് അതിലൂടെ തലയ്ക്ക് അടിച്ചു. 11 വർഷം കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. മരിച്ച ദിവസവും അതുല്യയെ മർദ്ദിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും 24 മണിക്കൂറിന് മുമ്പ് മർദ്ദിച്ചതിന്റെ വിവരങ്ങൾ ഉണ്ട് എന്നാണ് ഈ സഹോദരി അഖില ഇന്ന് പറഞ്ഞത്.
അതെ, വ്യക്തമാണ് രാജ്കുമാർ. എന്തായാലും ഷാർജയിൽ മരിച്ച അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെയാണ് ഇപ്പോൾ കുടുംബം രംഗത്ത് വന്നിട്ടുള്ളത്. ഈ ജാമ്യമൊക്കെ റദ്ദാക്കിക്കൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യണം, എന്നാൽ മാത്രമേ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ എന്ന് ആ അച്ഛൻ പറയുകയാണ്. ഒരുപക്ഷെ മരിക്കും അല്ലെങ്കിൽ കൊലപ്പെടുത്തുമെന്നൊരു ഭീഷണി ഈ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും പലയാവർത്തി ഉണ്ടായിട്ടുണ്ടാകണം. അതൊക്കെ ഈ വീട്ടുകാരുമായൊക്കെ ഈ മകൾ പങ്കുവച്ചിട്ടും ഉണ്ടാകണം. എന്തായാലും കൂടുതൽ നടപടികളിലേക്ക് കടക്കണമെന്ന് തന്നെയാണ് ഈ അതുല്യയുടെ പിതാവ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്.